ദിയ ഫാത്തിമയുടെ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ ദിവസവും രാവിലെ തന്നെ മോളുടെ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ജുനൈദിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ വോയിസ് മെസ്സേജും കേൾക്കാൻ ഇടവന്നു. അപ്പോൾ മനസ്സിൽ വളരെ സന്തോഷം തോന്നി. ഇത്രയും നന്മയുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അതിന് അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് വരുത്തട്ടെ. ജുനൈദ് പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വഴി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ച് കിട്ടണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് എത്ര കുഞ്ഞുങ്ങളെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ചില കാഴ്ചകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു മരവിപ്പും വേദനയും ഒക്കെയാണ്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് എത്ര വലിയ ക്രൂരതയാണ്. അതിന് എത്ര ശിക്ഷ കിട്ടിയാലും മതി വരില്ല. അവരുടെ ഈ ക്രൂരത ആർക്കും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത ഒരു കാര്യമാണ്. ദിയ ഫാത്തിമ എവിടെയാണെന്നുള്ളത് കുറച്ച് വർഷങ്ങളായി തന്നെ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ന് ജുനൈദിൻ്റെ വീഡിയോയിൽ കണ്ട കുറച്ച് വിശേഷങ്ങൾ നമ്മൾക്കിവിടെ കണ്ടു നോക്കാം. എന്താണ് ഏതാണ് ഒരു വിവരമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം വന്നതാണെന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ അപേക്ഷിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങുന്നുണ്ട്. പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവരൊക്കെ ചോദിച്ച് ഒരു കേസ് വന്നപ്പോൾ നിങ്ങൾ പേടിച്ച് പോയെന്നൊക്കെ, അങ്ങനത്തെ ആളുകൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ ഞാൻ പേടിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മളൊരു കുറച്ച് ആളുകളെ സഹായിക്കാമെന്ന് പറയുന്നു. ഒരു 5 പേരെ സഹായിക്കാൻ പറഞ്ഞു. അത് 5, 10, 20, 30, 40 ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ പോലും എണ്ണീട്ടില്ല, അത്രയും കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല സഹായിച്ചേ, എന്നാലും കഴിയുന്നതൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കാശൊക്കെ കിട്ടിയ കാശൊക്കെ വെച്ചിട്ട്. സ്വപ്നം വഴി ജുനൈദിൻ്റെ അടുത്തെത്തിയതാണ് ഈ പൊന്നുമോള്. ഇതിനു മുമ്പും സ്വപ്നവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മതവിശ്വാസങ്ങളിൽ എല്ലാം തന്നെ ഈ സ്വപ്നത്തെക്കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് സാധ്യമായത് അള്ളാഹുവിന് ഭാവി അറിയാമെന്നതിനാലും അള്ളാഹു ആഗ്രഹിക്കുമ്പോൾ സ്വപ്നങ്ങളിൽ വന്ന് ആ ഭാവി നമ്മൾക്ക് കാണിച്ചു തരപ്പെടുന്നു എന്നാണ്. ഇതൊരു സിനിമാ നടിന്റെ മോളാണെങ്കിൽ ഒന്ന് ഊഹിച്ചു നോക്കിയേ. അങ്കമാലിയിലുള്ള CCTV അല്ല, അവർ ആൻഡമാൻ ദ്വീപ് പോയിട്ടുണ്ടാവും. അവർ കുട്ടീനെ അന്വേഷിച്ചിട്ട് ചിലപ്പോൾ കുട്ടി നഴ്സറി പോയ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൻറ്റിയുടെ വീട്ടിലോ ഒക്കെ പോയതാണെങ്കിൽ പോലും അവിടെ എത്തും. നമ്മൾ അങ്ങനെയാണ്. നമുക്ക് പാവപ്പെട്ടവർക്കൊന്നും ഒരു നിലയില്ല, ഒരു വിലയില്ല നമ്മുടെ നാട്ടിൽ. ചുമ്മാ പറയാം, രാഷ്ട്രീയക്കാരായാലും ശരി എല്ലാവരും ചുമ്മാ പറയാം. പിന്നെയുള്ളത് നിങ്ങളൊക്കെ കളിയാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഈ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. അവർക്ക് അതിൻ്റെ കൂടെ റീച്ചോ കാര്യങ്ങളോ അതൊക്കെ അത് വേറെ. അവരവരുടെ സമയവും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഇതിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതോ ഭയങ്കരമായിട്ടുള്ള ഉപകാരങ്ങളായിരിക്കും. ഇപ്പോൾ റഹീമിന്റെ കേസിനെ നോക്കി ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ആരും അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അവന്മാർക്ക് കിട്ടുമോ? അപ്പോൾ സോഷ്യൽ മീഡിയക്കാരെ ഒരിക്കലും, സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സിനൊന്നും ഒരിക്കലും ഞാൻ ഒരിക്കലും കുറ്റം പറയാം. പക്ഷെ 1-2 പേരൊക്കെ ഉണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട് എനിക്ക് സംഭവം അനുഭവം. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വേണ്ടാത്ത കുറേ മെസ്സേജുകളാണ്. വേണ്ടാത്തല്ല, എനിക്ക് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ നമുക്ക് പിരി കയറും. അങ്ങനെ 1-2 സംഭവങ്ങൾ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവും. അത് നോക്കണ്ട, അതിപ്പോൾ എല്ലാത്തിനും ഉണ്ടാവില്ല. പണ്ട് പറഞ്ഞ മാതിരി തെങ്ങിൽ 1-2 എന്തായാലും കേടുണ്ടാവും. അപ്പോൾ ഈ 2 വഴികളാണ് ദിയ ഫാത്തിമയുടെ മുന്നിലുള്ളത്. ഒന്ന് ആ കൊണ്ടുപോയ ആളെ കണ്ടെത്തണം, രണ്ടാമത്തത് എങ്ങനെ അവരിലെത്തി. ഈ 2 വഴികളാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ അങ്കമാലിത്തെ ആ കുട്ടീനെ ആ ആളെ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു 1 വീക്ക് മതിയാവും അയാളെ കണ്ടെത്താൻ. നമ്മുടെ പോലീസിന് അര ദിവസം മതിയാവും അയാളെ കണ്ടെത്താൻ. എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? ഇത്രയും എല്ലാ മാധ്യമങ്ങളിലും, അതായത് വലിയ യൂട്യൂബേഴ്സ് മാത്രമല്ല എല്ലാ ചാനലുകളിലും ഇതൊക്കെ എത്ര വർഷങ്ങളായിട്ട് വന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയിട്ട് അത് ഞാനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മക്കളായിരുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്കുറപ്പുണ്ട് അത് ദിയ ഫാത്തിമയാണെന്ന്. ദിയ ഫാത്തിമയുടെ മാതാപിതാക്കൾക്കും ഉറപ്പുണ്ട് അത് ദിയ ഫാത്തിമ. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആ അപരിചിതനെ ഇന്ന് വരെയും ആളാരാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. CC ഫൂട്ടേജിൻ്റെ സഹായത്തോടെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഒരുപാട് കേസുകൾ പോലീസ് തെളിയിച്ചിട്ടുള്ളത് ഈ CCTV ക്യാമറയിൽ നിന്നും കിട്ടുന്ന ആളുകളുടെ ഇതിലൊക്കെ വെച്ചിട്ട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ധാരാളം വിജയകരമായിട്ട് കണ്ടെത്തിയ കേസുകളുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഇതിൽ ഇനിയും ഒരു പുരോഗമനം ഇല്ലാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ജുനൈദ് പറയുന്ന 2 വഴികൾ മാത്രമേ ഉള്ളൂ ഇനി മുമ്പോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ
പോലീസ് വിചാരിച്ചാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതും മുൻപിൽ അതെന്താണ് തടസ്സങ്ങളെന്നും ഇതുവരെയും മനസ്സിലാകുന്നില്ല. പിന്നെ പറഞ്ഞു വന്നിട്ട് നമ്മളുടെ ദിയ ഫാത്തിമ സ്വപ്നങ്ങളിൽ ജുനൈദിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു. അപ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ധാരാളം പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാ മതാചാര പ്രകാരവും ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ അവർ സ്വപ്നത്തിൽ കാണുകയും സംസാരിക്കുകയും സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ആത്മാവിലേക്ക് ഒരു സന്ദേശം അള്ളാഹുവിൻ്റെയോ ദൈവത്തിൻ്റെയോ അടുക്കൽ നിന്നും വരികയോ ചെയ്യുന്നു. കാരണം ഉറങ്ങുമ്പോൾ മനുഷ്യൻ്റെ അബോധാവസ്ഥ വളരെ സജീവമാണ്. സ്വപ്നങ്ങൾ പ്രവാചകന്മാരുടെ വേഷം ചെയ്യുന്നു. കാരണം പ്രവാചകത്വവും അതിൻ്റെ ഫലങ്ങളും കാലക്രമേണ അകലെയാണെങ്കിലും അതിനാൽ വിശ്വാസികൾക്ക് സ്വപ്നരൂപത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കാറുണ്ട്. അതുപോലെ ഞാനിനി യൂട്യൂബിൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കും എന്ന് പറഞ്ഞ പോലെ വേറെയുള്ള കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ, അതുപോലെ എൻ്റെ പാട്ടുകളോ അതൊന്നും ഇപ്പോൾ ഇടുന്നില്ല, ഞാൻ പറയാം ഇൻ ഫ്യൂച്ചർ ഞാൻ കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് യൂട്യൂബ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ട് ഞാനൊരാഴ്ചയിൽ ഒരു മാസങ്ങളോളം ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബിന് അത് ചത്തുപോകുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടാൽ പോലും പിന്നീട് നിങ്ങൾ കാണൂല. അത് അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പോസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഇടണം. പിന്നെ ആ പോസ്റ്റുകളോ കാര്യങ്ങൾ ഇട്ട് അതിനെന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പോകും. അതിൽ ഹൈന്ദവ വിശ്വാസപ്രകാരവും സ്വപ്നങ്ങളെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളായി കാണുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യൻ ജ്ഞാനികൾ സ്വപ്നങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. സ്വപ്നങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് നോക്കണമെങ്കിൽ സ്വപ്നത്തിൽ വരാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ആളിന് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന ഒരു ധാരണയോടെ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് ആത്മീയ പാതയിലൂടെ നയിക്കുവാനും സഹായിക്കുവാനും സാധിക്കും. ദിയമോളുടെ കാര്യത്തിൽ അള്ളാഹു ഇതിനായി തിരഞ്ഞെടുത്തത് ജുനൈദിനെയാണ്. സ്വപ്നങ്ങൾ തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള അടയാളങ്ങളാണ്. സ്വപ്നങ്ങൾ വഴി വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ കാണാതായവരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കുവാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അന്വേഷണം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിലാണ് അന്വേഷണമെങ്കിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ നോക്കുന്ന ഒരു നല്ല ഒരു അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലാണ് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതെങ്കിൽ നിഷ്പ്രയാസം അവർക്ക് കുഞ്ഞിനെ വീണ്ടെടുത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുവാനായിട്ട് സാധിക്കും. ജുനൈദിനോടൊപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും എല്ലായ്പ്പോഴും ഒത്തൊരുമയോടെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.